നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മരുമകള് എത്ര ചെയ്താലും എന്ത് ചെയ്താലും കണക്കില്ല. അതെടുത്ത് പറയാൻ ആർക്കും നാവും പൊന്തില്ല. വെറുതെയാ ഈ കഷ്ടപ്പെടുന്നൊക്കെ. ഇതിനു മാത്രം പറയാൻ ആരാ മീരടുത്തെ കുറ്റപ്പെടുത്തിയ? ആരാന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. സങ്കടമുണ്ട് അച്ചു. ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതിനൊക്കെ ഒരു നല്ല വാക്ക് പറയണ്ട. പക്ഷെ കുത്തി പറയാതിരുന്നൂടെ? അവിടെ നിന്റെ അവന്തിക എടുത്തി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, അമ്മായിയപ്പന് മരുന്ന് കൊടുക്കുന്നു, ആരോഗ്യം നോക്കുന്നു. എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാ! അതിന് കാരണമുണ്ട്. അങ്ങേർക്ക് കെട്ടിയോളില്ലല്ലോ, അതുകൊണ്ട് ആരെങ്കിലും സഹായം ചെയ്യണം. ഇവിടെ അങ്ങനെയല്ലല്ലോ. അമ്മയ്ക്കും അച്ഛനും യാതൊരു കുഴപ്പമില്ല. ഇനി ആ ജോലിയും കൂടി ഞാൻ ചെയ്യണം. മടുത്തു മനുഷ്യൻ. പോട്ടെ എടുത്ത് എന്താണെന്നും ഈ വീടിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നും എനിക്കറിയാം. അവന്റെ ഈ അടുത്തൊന്നും അതിന്റെ അടുത്ത് പോലും വരില്ല. എടുത്ത് സങ്കടപ്പെടണ്ട. കൊള്ളാം. അതെ, അടുക്കളയിലേ ഇന്ന് ഒന്നും ആയിട്ടില്ല. അതിനുള്ള കാര്യങ്ങൾ നോക്കാതെ ഇവിടെ നാത്തൂനോടെ നിന്ന് വിശേഷം പറയാണ്. മീരെ, ഇവിടെ നിന്നാ പാചകം തീരില്ല കേട്ടോ. വാചകം കൊണ്ട് ഉച്ചയ്ക്ക് പാത്രത്തിൽ വിളമ്പാൻ പറ്റില്ല മോളെ. ഞാനും സഹായിക്കാമേ. അത് വേണ്ട. അതെന്താ? അവൾ ഇവിടുത്തെ ആളല്ലേ? ആണ്. പക്ഷേ ഇപ്പൊ ഇവളിവിടെ വിരുന്നിന് വന്നതാ. എന്നുവെച്ചാ ഇവിടുത്തെ വിരുന്നുകാരി. ഇവളിവിടെ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ. ഇപ്പൊ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ അവള്. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനെങ്ങനെ വിരുന്നുകാരിയാവുന്നേ? നീ തൽക്കാലം ഒന്നും ചെയ്യണ്ട. അതെ, സച്ചിയുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം നോക്കിയാൽ മതി. ഇത് തന്നെയാ ഞാൻ നേരത്തെ പറഞ്ഞ. ചക്കിൽ കെട്ടിയ കാളെ പോലെ എന്റെയൊക്കെ അവസ്ഥ. ഇടയ്ക്കിടയ്ക്കുള്ള നിന്റെ പ്രയോഗങ്ങൾ കൊള്ളാം. പക്ഷേ അത് അനവസരത്തിലായി പോകുന്നു എന്ന് മാത്രം. എന്തൊരു നെകളിപ്പാ! മകളും മരുമകനും ഒന്നിച്ചു വന്നതിന്റെ അഹങ്കാരം. എങ്കിലും അവര് തിരിച്ച് ഇങ്ങനെ തന്നെ പോയാ കൊള്ളാം. അവളെ ഇവിടെ എങ്ങും കണ്ടില്ലല്ലോ മോളെ. ദാ വരുന്നുണ്ട് നിന്റെ ചേട്ടത്തി. എന്താ സ്നേഹ വിളിച്ചേ? ഇതെവിടെയാ? ഞാനല്ലേ നിന്റെ മുമ്പിൽ നിൽക്കുന്നേ, പിന്നെയും കിടന്ന് വിളിക്കുന്ന എന്തിനാ? ഞാൻ ഏട്ടത്തിയല്ല വിളിച്ചേ, എന്റെ അച്ചുവേട്ടത്തിയാ. ഞാൻ കരുതിയത് അവന്തികയാണെന്നാ. അച്ചുവേട്ടത്തി എവിടെയാ അച്ഛാ? അവളിവിടെ ഇല്ലല്ലോ. അതാ ചോദിച്ചേ എവിടെയാന്ന്. അവളും സച്ചിയും കൂടി അച്ചുവിന്റെ വീട്ടിലേക്ക് പോയി. എപ്പോഴാ പോയത്? രാവിലെ തന്നെ പോയല്ലോ. എന്ത് പണിയാ ഏട്ടത്തി കാണിച്ചേ? എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല. കഷ്ടമുണ്ട്. സച്ചി അവന്തികയോട് പറഞ്ഞു കാണുമല്ലോ അല്ലേ? സച്ചി ഇപ്പൊ അങ്ങനൊന്നും തുറന്നു പറയാറില്ലല്ലോ. പോകുമ്പോ അവൻ നിന്നെ കണ്ടിരുന്നില്ലേ? ഒരു ചടങ്ങിനെന്ന പോലെ വന്നിരുന്നു. പുറത്തു പോകുന്നു എന്ന് മാത്രം പറഞ്ഞു. എങ്ങോട്ടാണെന്നൊന്നും പറഞ്ഞില്ല. അത് സത്യത്തിൽ എന്നോടും പറഞ്ഞില്ലായിരുന്നു. ഞാൻ പിന്നെ വിളിച്ചപ്പോഴാ കാര്യം അറിഞ്ഞത്. എന്നോടെങ്കിലും അച്ചുവേട്ടത്തിക്ക് നേരത്തെ പറയായിരുന്നു, എങ്കിൽ ഞാൻ കൂടെ പോയനെ. അതിപ്പോ നിന്നെ അറിയിക്കുന്നത് എന്തിനാ? ഇനി സൂചിപ്പിച്ചാൽ തന്നെ നീ പോകേണ്ട കാര്യമില്ലല്ലോ. അവരുടെ ഇഷ്ടത്തിന് അവർ പോവുകയോ വരികയോ ചെയ്യട്ടെ, അല്ലേ ഒന്നികെ? പോകുന്നതും വരുന്നതും ഒക്കെ നല്ലത് തന്നെയാച്ചാ. പക്ഷെ നമ്മൾ അറിയാതെ ഇന്ന് വരെ അവൻ എന്തെങ്കിലും ആലോചിക്കോ പ്രവർത്തിക്കോ ചെയ്തിട്ടുണ്ടോ? സച്ചിയോടും സന്ദീപിനോടും ആലോചിച്ചിട്ടേ ഒരു യാത്ര പോലും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ സച്ചി അതൊക്കെ മറന്നതാണോ അതോ വേണ്ടാന്ന് സ്വയം തീരുമാനിച്ചതാണോ? കല്യാണം കഴിഞ്ഞ് നാളിത്രയായില്ലേ? അവർ തന്നെ ഇഷ്ടപ്രകാരം പുറത്തേക്കൊന്നും പോകാറില്ലല്ലോ. ഞാനാ പറഞ്ഞത് 1-2 ദിവസം കഴിഞ്ഞ് വന്നാ മതിയെന്ന്. അപ്പൊ അവരെങ്ങോട്ടാ പോയതെന്ന് അറിയില്ലെന്ന് അച്ഛൻ പറഞ്ഞതോ? അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ അവനെ വിളിക്കുമ്പോഴാ അറിഞ്ഞത് അവർ അച്ചുവിന്റെ വീട്ടിലാണെന്ന്. കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അവൻ അച്ചുവിന്റെ വീട്ടുകാരെ പറ്റി ചിന്തിച്ചല്ലോ എന്ന ആശ്വാസവും. അച്ചുവേട്ടത്തില്ലാതെ ഇവിടെ മഹാ ബോറാണ് അച്ഛ.
അച്ചുവെടുത്തി ഉണ്ടെങ്കിൽ എന്തെങ്കിലും കളിയും ചിരിയൊക്കെ പറഞ്ഞ് സമയം പോവും. അത് മാത്രമല്ല, എന്ത് ഫുഡ് വേണമെന്ന് പറഞ്ഞാലും അതുണ്ടാക്കി തന്ന് സന്തോഷത്തോടെ കൂടെ ഇരുന്ന് കഴിപ്പിക്കും. അതൊക്കെ അച്ഛ സ്നേഹം. അതിന് നിനക്ക് അവന്തികേട്ടത്തിയില്ലേ? അവന്തി കേട്ടത്തെ ഉള്ളതുള്ളതൊക്കെ ഒരുപോലെയാ. അല്ല, ഇവള് പരിഭവം പറഞ്ഞതിലും ചെറിയ കാര്യമില്ലാതില്ല. അവന്തിക മുഴുവൻ സമയവും കമ്പനിയുടെ കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ചേക്കുമല്ലേ? അതിന്റെ റിയാക്ഷനാണോ അല്ലേ മോളെ? അച്ചുവേട്ടത്തിന്ന് പറഞ്ഞ നിനക്ക് അത്രയ്ക്ക് ജീവനാണല്ലേ? ഇന്നു മുതൽ നിനക്ക് ജീവനായി തുടങ്ങിയത്. നിനക്ക് വേണ്ടി വന്ന നാള് മുതൽ കഷ്ടപ്പെടുന്ന ചേച്ചിയല്ലേ? ആയിരുന്നു. അല്ലാതെ ഞാൻ പറഞ്ഞില്ലല്ലോ. ആയിരുന്നു അല്ലേ? എന്ന് വെച്ചാ ഇന്ന് ഞാൻ നിനക്ക് ആരുമല്ലാന്നർത്ഥം. എന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല ഏട്ടത്തി. അച്ചുവേട്ടത്തി ഞാനും തമ്മിലുള്ള സ്നേഹം അത്രയ്ക്കുണ്ടെന്ന് പറഞ്ഞു എന്ന് മാത്രം. അല്ല, ഒരു നിമിഷം ഏട്ടത്തിന്ന് മാറി നിന്നപ്പോ തന്നെ നിന്റെ മനസ്സ് ഇത്രയ്ക്ക് വേദനിക്കണമെങ്കിൽ അതൊരു വല്ലാത്ത സ്നേഹം തന്നെയാ. സ്നേഹത്തിന്റെ ആഴം അളക്കാനൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അത് അളന്ന് തൂക്കി നോക്കിയിട്ട് എനിക്ക് വില പറയാനൊന്നും ഉദ്ദേശവുമില്ല. അങ്ങനെയുള്ളവർക്ക് അത് നോക്കിയാൽ മതിയല്ലോ. അടുത്തറിയാനും ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ഹൃദയത്തിനകത്ത് പ്രതിഷ്ഠിക്കാനും ഒക്കെ ഒരു കുഞ്ഞു പുഞ്ചിരി മതി. അല്ലെങ്കിൽ സ്നേഹത്തോടെയുള്ള ഒരു വിളി മതി. എന്തിനധികം ഒരു നോട്ടം പോലും മതി. അതൊക്കെ അച്ചുവെട്ടത്തിലുണ്ട്. അതാ എനിക്ക് അസ്ഥിയിൽ പിടിച്ചു പോയത്. ഇവിടെ പലർക്കും ഇല്ലാതെ പോയതും അതാ. ഇനി എന്തെങ്കിലും സംശയം ചേച്ചിക്കുണ്ടോ? വളരെ ക്ലിയർ ആയിട്ട് അവള് പറഞ്ഞല്ലോ ചേച്ചി ഇവിടെ ആരാണെന്ന്. അർച്ചനേട്ടത്തിയുടെ സ്ഥാനം എന്താണെന്നും ചേച്ചിയുടെ സ്ഥാനം എന്താണെന്നും. ഒരു ദിവസം അർച്ചനേട്ടത്തി വീട്ടിൽ നിന്നൊന്ന് മാറി നിന്നപ്പോ ആ കുറവ് ഇവിടെ എല്ലാവർക്കും സഹിക്കാൻ കഴിയാതായി. അങ്കിളൊന്നും പുറത്ത് പറയാത്തതാ. ഇനി സന്ദീപിനോടൊന്ന് ചോദിച്ചു നോക്കണം. ഇതിലും വലിയ സെന്റിമെന്റ്സും സങ്കടവും കേൾക്കാം. ചേച്ചി ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണത്ര അവൾക്ക്. സർവവും എന്റെ കാൽ കീഴിലും ചൊൽപ്പടിക്കുവാണെന്ന് കരുതി നടന്നോ ചേച്ചി? ആ മണ്ണൊക്കെ പതുക്കെ നനഞ്ഞു തുടങ്ങി. എപ്പോഴാ ഇളകി ഒലിച്ചു പോകുന്നതെന്ന് നോക്കിയാൽ മാത്രം മതി. അവന്തി കേട്ടത്തെ ഉള്ളതുള്ളതൊക്കെ ഒരുപോലെയാ. എല്ലാവരുടെയും സ്നേഹത്തിന്റെയും പ്രവൃത്തിയുടെയും ആഴൊളക്കാൻ നോക്കിയാൽ നമുക്കാരെയും സ്നേഹിക്കാനോ കൂട്ടുകൂടാനോ തോന്നില്ല. സർവവും എന്റെ കാൽ കീഴിലും ചൊൽപ്പടിക്കുവാണെന്ന് കരുതി നടന്നോ ചേച്ചി? ആ മണ്ണൊക്കെ പതുക്കെ നനഞ്ഞു തുടങ്ങി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.